ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ടെർമിനൽ. നമ്മുടെ പോർട്ടിന്റെ കോഡ് മാറിയതുപോലെ പോർട്ടിന്റെ പേര് മാറും എന്ന പ്രതീക്ഷയിൽ നിലവിലെ പേരായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും പോർട്ടിന്റെ മെയിൻ ഗേറ്റിലേക്ക് പോകുന്ന എൻട്രൻസ് കവാടത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വളരെ വേഗത്തിലാണ് ഈ ഭാഗത്തെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ പോർട്ട് മുതൽ NH66 വരെയുള്ള 1700 മീറ്റർ കണക്ടിവിറ്റി റോഡ് അല്ലെങ്കിൽ ലിങ്ക് റോഡിന്റെ വർക്ക് അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പോകാം നമ്മുടെ മുന്നിൽ കാണുന്ന ലിങ്ക് റോഡിന്റെ അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് NHന്റെ ബ്രിഡ്ജിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ പോർട്ടിന്റെ സൈഡിൽ നിന്നായിരിക്കും. ഇന്ന് പോർട്ടിന്റെ സൈഡിൽ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് മുന്നിൽ കാണുന്നത് പൂവാറിൽ നിന്നും വരുന്ന റോഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൂവാറിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് പോകുന്ന മെയിൻ റോഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഇവിടെ 2-3 വർക്ക് അപ്ഡേഷൻ നടക്കുന്നുണ്ടായിരുന്നു. മെയിൻ വർക്കുകളാണ്. അതിലൊരു വർക്കാണ് ഡ്രെയിനേജിന്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആ വർക്ക് എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയെന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ വർക്ക് പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് വെറും 4-5 ദിവസമായിട്ടുള്ളൂ നമ്മൾ ഇതിന്റെ അപ്ഡേഷൻ എടുത്തിട്ട്. ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇതിന്റെ വർക്ക് അപ്ഡേഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഈ പറഞ്ഞ അയൺ റോഡ്സ് എല്ലാം സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു കോൺക്രീറ്റിന് ആവശ്യമായി. കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് കഴിഞ്ഞു സെറ്റ് ആയതിനു ശേഷം ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്ത മണലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ മണൽ സൈഡെല്ലാം ഫില്ല് ചെയ്യുന്ന വർക്കിംഗ് സ്റ്റാഫുകളെയും നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ റോഡാണ് കണക്ഷൻ റോഡ് എന്ന് പറയും. കണക്ഷൻ റോഡല്ല, ബൈ റോഡാണ്. നമ്മൾ ഈ കാണുന്ന ലിങ്ക് റോഡിന്റെ സൈഡിലൂടെ പോകുന്ന ബൈ റോഡിന്റെ സൈഡ് കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം വരുന്നത്. കാരണം വലിയൊരു ഡ്രെയിനേജ് സിസ്റ്റമാണ്. കാണാത്തവർ പ്രീവിയസ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിലുണ്ട്, കാണാൻ സാധിക്കും. വലിയൊരു ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയാൻ കാരണം നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പറയുന്ന കണക്ഷൻ റോഡിന്റെ ഇരുവശവും വയലാണ്. എല്ലാവർക്കും സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം, ചെറിയൊരു മഴ പെയ്താൽ ധാരാളം വെള്ളമാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. ആ വാട്ടർ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്ത് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു വലിയൊരു ഡ്രെയിനേജ് സിസ്റ്റം തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രൻസ് കൂടെ കാണാൻ സാധിക്കും. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിലൂടെ കാണുന്ന ഈ റോഡിന്റെ വളരെ ദൂരെയായിട്ട് കാണാൻ നമുക്ക് റോഡ് കാണാൻ സാധിക്കും. അതായത് പൂവാറിൽ നിന്ന് വരുന്ന റോഡാണ്. ഈ റോഡ് വളരെ ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. ആ റോഡിൽ വരുന്ന വെള്ളം, മഴയത്ത് വരുന്ന വെള്ളം പൂർണ്ണമായിട്ടും ഡ്രെയിനേജിൽ പോകുന്നതിനുള്ള സിസ്റ്റവും പൂർണ്ണമായിട്ടും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഭാഗത്താണ് പൂർണ്ണമായിട്ടും ഡ്രഡ്ജ് ചെയ്ത മണലിട്ട് ഫില്ല് ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം വർക്കെല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എനിക്ക് 4-5 ദിവസം കൊണ്ട് തന്നെ, എനിക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ ആ വർക്കെല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആദ്യമായിട്ട് ഈ ഡ്രെയിനേജിന് ഡ്രഡ്ജ് ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ മണ്ണ് മാറ്റിയ സമയത്ത് തന്നെ നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വളരെ ഫാസ്റ്റായിട്ടാണ് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, മഴ തുടങ്ങിയിട്ടില്ല, മഴയത്തെ മുമ്പേ തന്നെ നമ്മുടെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ ഇരുവശങ്ങളും ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന ഈ റോഡ് നമ്മുടെ ഈ പറയുന്ന കോവളം ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കാണുന്നത്. നമുക്ക് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ലിങ്ക് റോഡ് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളിവിടെ 2 മാനോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. വിട്ടുപോയി, കണ്ടോ, 2 മാനോൾ കാണാൻ സാധിക്കും. എമർജൻസി ഘട്ടത്തിൽ ഈ ഡ്രെയിനേജ് വൃത്തിയാക്കുന്നതിന് വർക്കിംഗ് സ്റ്റാഫുകൾക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള മാനോൾ തന്നെയാണിത്. നമുക്കിനി കുറച്ച് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ട്. നമുക്ക് എത്രത്തോളമാണ് ഹൈമാസ് ലൈറ്റിൻ്റെ വർക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഹൈമാസ് ലൈറ്റ് കൂടി ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. കാരണം ഇതിൻ്റെ വർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ടുണ്ട്. കാരണം ഒരാഴ്ചയിൽ ഒരു അപ്ഡേഷനാണ് നമ്മൾ നൽകുന്നത്. അതിനാൽ നമ്മൾ ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ടാണ് അപ്ഡേഷൻ എടുത്ത് പോകുന്നത്. കാരണം സ്കിപ്പ് ചെയ്ത് പോകാതെ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയെന്ന് പൂർണ്ണമായിട്ടും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് വർക്കൊന്നും പറയേണ്ട കാര്യമില്ല, വർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന ഹൈമാസിൻ്റെ ബേസ്മെൻറ്റ് വരുന്നത്. ഇതാ വളരെ ഹൈറ്റിൽ നമുക്ക് ഹൈമാസ് ലൈറ്റിൻ്റെ LED ലൈറ്റുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാത്രിയായി കഴിഞ്ഞാൽ നല്ലൊരു ലൈറ്റ് ഇവിടെ കിട്ടും, കാരണം വളരെ ഹൈറ്റ് ആയിട്ടാണ് ഉള്ളത്. അതുമാത്രമല്ല, ഇവിടെ നമുക്ക് ഈ പറയുന്ന കർവ് സ്റ്റോൺ ആണെന്ന് തോന്നുന്നു. കാരണം ഈ സൈഡിൽ ഫിക്സ് ചെയ്യുന്ന കർവ് സ്റ്റോണിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ആ വർക്കിനാവശ്യമുള്ള കർവ് സ്റ്റോണ്
നിർമ്മിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണെന്ന് തോന്നുന്നു. അതിൻ്റെ പേര് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ഇടുക, എന്താണ് ആ സ്റ്റോണിൻ്റെ പേര് എന്നുള്ളത്. കണ്ടോ, അത് ഇവിടെ കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നു. ആ വർക്ക് സ്റ്റാഫുകൾ അതിനെ സൈഡിലൂടെ കൊണ്ടുപോകുന്നതും ഒരു എക്സ്കവേറ്ററും നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ആ ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷനിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇത്രത്തോളമാണ് ഇവിടെ എല്ലാം വർക്ക് നടക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കി കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. കണ്ടോ, വളരെ ദൂരെയായിട്ട് ഫിനിഷിംഗ് വർക്കിലേക്ക് പോകുന്ന, നമ്മൾ ഇവിടെ നിന്ന് കണ്ടാൽ ഫസ്റ്റ് ബ്രിഡ്ജ് വരെ ഫിനിഷിംഗ് വർക്കിലേക്ക് പോകുന്ന ലിങ്ക് റോഡ് അല്ലെങ്കിൽ കണക്ഷൻ റോഡിൻ്റെ ഡീറ്റെയിൽ കാണാൻ സാധിക്കും. വളരെ ദൂരെയായിട്ട് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടും നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിനി പോകേണ്ടത് നമ്മുടെ കണക്ഷൻ റോഡിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷന് വേണ്ടിയാണ്. ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് പോകുന്ന പോലെ നമുക്ക് ഈ സൈഡിലൂടെ എത്രത്തോളമാണ് ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നും, കാരണം നമ്മുടെ ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഓൾറെഡി കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, ഇത് നേരത്തെ തന്നെ വർക്ക് കഴിഞ്ഞതാണ്. അതുമാത്രമല്ല, നമുക്ക് ഇനി നമുക്ക് മെയിനായിട്ട് ഈ റോഡിൽ നടക്കുന്ന ഓൾറെഡി ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞു. ഈ സെൻട്രലിലൂടെയുള്ള എനിക്ക് തോന്നുന്നു മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനാണ് ആ സ്പേസ് ഉള്ളത്. ഇനി നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകളാണ് റോഡിൻ്റെ ഇരുവശങ്ങളായിട്ട് ഇനി നടക്കേണ്ടത്. ആ വർക്കും വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത് എന്ന് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാം. പുതുതായിട്ട് തുടങ്ങുന്ന വർക്കുകളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. കാരണം എന്തൊക്കെ വർക്ക് ഇനി കഴിയാനുണ്ട്, എന്തൊക്കെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നു. എല്ലാ വർക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. നമുക്ക് വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളെല്ലാം ഇവിടെ നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇല്ലായിരുന്നു. ഈ വീഡിയോ മുതലാണ് ഈ പറയുന്നൊരു സിസ്റ്റം ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ ഒന്ന് വണ്ടി സൈഡാക്കിയ ശേഷം ഒന്ന് ഇറങ്ങി നമുക്ക് നോക്കിക്കറിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് വയലാണ്. എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് ഈ സ്ഥലം അറിയാവുന്നതാണ്. നമ്മുടെ വീഡിയോയിൽ തന്നെ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കിലോട്ട് നോക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഗാൽവനൈസ്ഡ് സ്റ്റീലാണ്. അതായത് ഗാൽവനൈസ്ഡ് എന്ന് വെച്ചാൽ മഴയത്തും വെയിലത്തും തുരുമ്പെടുക്കാത്ത ഗാൽവനൈസ്ഡ് മെറ്റീരിയലാണിത്. ഓൾറെഡി ഒരു സി ചാനലാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് പേരറിയാമെന്നുള്ളവർ ദയവായി കമൻ്റായിട്ട് ഇടുക. കാരണം നമ്മൾ ഹൈവേൻ്റെ സൈഡിലും നല്ലൊരു കർവുള്ള സൈഡിലും വണ്ടികൾ ഈ പറയുന്ന സ്ഥലത്തേക്ക് സ്കിഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് ചേർന്ന് വന്നാലും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ കവചമാണ്. ഇതിന് കറക്റ്റ് ഒരു പേരുണ്ട്. ആ പേര് എനിക്ക് ലൈവായിട്ട് പറയുമ്പോൾ എളുപ്പം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പേരൊന്ന് കമൻ്റായിട്ട് ഇടുവാണെങ്കിൽ അത് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇത് ഗാൽവനൈസിങ് മെറ്റീരിയൽ എന്നാണ് ഉറപ്പാണ്. കാരണം എല്ലായിടത്തും ഹൈവേൻ്റെ സൈഡിൽ ഇരിക്കുന്ന എല്ലാം ഗാൽവനൈസ്ഡാണ്. ഗാൽവനൈസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ഇത് തുരുമ്പെടുത്ത് പോവുകയില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഓൾറെഡി ഗാൽവനൈസ് ചെയ്താണ് ഈ മെറ്റീരിയൽ എല്ലാം വരുന്നത്. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഗാൽവനൈസിങ് മെറ്റീരിയൽ ഇല്ല. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് അവിടെ നിന്ന് തന്നെ ഈ കോയമ്പത്തൂർ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഗാൽവനൈസ് ചെയ്ത് വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്നായിരിക്കും വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു വർക്കിംഗ് സ്റ്റാഫുകളെ കാണാൻ സാധിക്കുന്നു. നമ്മൾ ഈ സി ചാനൽ ഫിക്സ് ചെയ്തതിൽ കോൺക്രീറ്റ് ഇട്ട് ഫിക്സ് ചെയ്ത കാരണം അവിടെ വെള്ളം നനച്ച് കൊടുക്കുകയാണ്. കാരണം അതൊരു നമ്മളറിയാമല്ലോ, കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെള്ളം നനച്ച് കൊടുത്താൽ 2-3 ദിവസം വെള്ളം നനച്ച് കൊടുത്താൽ അത് കറക്റ്റ് ഒരു മിക്സർ റേഷ്യോ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുള്ളൂ. അതുകൊണ്ടായിരിക്കും അവിടെ ഈ പറയുന്ന വെള്ളം നനച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വർക്കുകൾ ഇത്രത്തോളമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നതിൻ്റെ ഗ്യാപ്പ് 1.5-2 മീറ്ററോളം കാണും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള വർക്കെല്ലാം ഇവിടെ നടക്കുന്നുണ്ടോ. ഇതാ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും, വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് ഫിക്സ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കുഴികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഭാഗത്തെല്ലാം വർക്കിംഗ് സ്റ്റാഫിൽ ചെയ്തിട്ടുണ്ട്. അങ്ങ് അറ്റം വരെയുണ്ട്. നമ്മൾക്ക് ഈ കാണുന്ന ഫസ്റ്റ് ബ്രിഡ്ജ്, അതായത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ കാണുന്ന ഫസ്റ്റ് ബ്രിഡ്ജ് വരെ പൂർണ്ണമായിട്ടും സി ചാനൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വർക്കുകളെല്ലാം നടത്തിയിട്ടുണ്ട്. നമുക്കിനി നടന്നു പോകേണ്ട, കുറച്ച് നമുക്ക് വണ്ടിയിൽ നമുക്ക് ഫാസ്റ്റായിട്ട് സഞ്ചരിച്ചാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന വർക്കുകൾ. ഇപ്പോൾ നമ്മൾ പോകുന്ന ഓരോ വർക്കും പുതിയ പുതിയ വർക്കുകൾ വരുന്നതിനനുസരിച്ച് അത് തീർച്ചയായിട്ടും അപ്ഡേഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാഴ്ചയിൽ ഒരു അപ്ഡേഷൻ ഉണ്ട്. 13ാമത്തെ അപ്ഡേഷനാണ് നമ്മൾ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷൻ നൽകുന്നത്. ഇവിടെ നമുക്ക് വർക്കിംഗ് സ്റ്റാഫുകളെ കാണാൻ സാധിക്കും. ഉണ്ടോ, ഇവരാണ് ഈ വർക്ക് നടത്തുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ക്യാമറ കാണാൻ സാധിക്കും. ഇവിടെയും സെക്യൂരിറ്റി യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഫസ്റ്റ് ബ്രിഡ്ജ്, അതായത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജ്, അമ്പലക്കുളവും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഫസ്റ്റ് വീഡിയോ മുതലുണ്ട് അമ്പലക്കുളം വൃത്തിയാക്കിയിരിക്കുന്നു പൂർണ്ണമായിട്ട്. ഇനി നമുക്ക് ഈ ബ്രിഡ്ജിലൂടെ കടന്നാലാണ്, കാരണം ഈ ബ്രിഡ്ജ് വരെ വർക്കുകൾ ഏകദേശം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു 90% വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എന്നാണ് നമുക്ക് വർക്കിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള വർക്കാണ് ഇനി നടക്കാൻ പോകുന്ന. ആ വർക്കുകൾ എത്രത്തോളമാണ്
നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും എത്രത്തോളമാണ് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ചെമ്മണ്ണ് ഡംപ് ചെയ്യുന്ന ലോറികളെ നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, ഈ ഭാഗത്തൊക്കെ റോഡുകളെല്ലാം നമുക്ക് ഇവിടെ ഇറങ്ങണ്ട. കാരണം ഇവിടെ നമുക്ക് സൈഡിലൂടെ കാണുന്ന ഈ ബൈ റോഡിലൂടെ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ, നമുക്ക് മുന്നിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈഡായിട്ട് എത്രത്തോളമാണ് വർക്ക് നടക്കുന്നത് കാണാൻ സാധിക്കും. കാരണം കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇറങ്ങി നടക്കുവാണെങ്കിൽ കുറച്ച് ലെന്ത് കൂടിപ്പോകണ്ട. ഇപ്പോൾ ഇവിടെ കാണുന്നതെല്ലാം നമ്മുടെ ഈ പറയുന്ന ചെമ്മണ്ണ് നമ്മുടെ പോർട്ടിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ചെമ്മണ്ണാണ്. ഇതെല്ലാം ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നു. ട്രെഡ്ജ് ചെയ്ത മണലും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കാരണം ഒരു എക്സ്കവേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് മിക്സ് ചെയ്ത് ഫില്ല് ചെയ്യുന്നതിനാണ്, നമ്മുടെ റോഡിൽ ഫില്ല് ചെയ്യുന്നതിനാണ്. കാരണം മിക്സിംഗ് റേഷ്യോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു 70-30 ആണ്. കാരണം 70% നമ്മുടെ ട്രെഡ്ജ് ചെയ്ത മണലും 30% നമ്മുടെ ഈ പറയുന്ന ചെമ്മണ്ണ് ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ പറയുന്ന ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡും ഇട്ട് ഇപ്പോൾ ഏറ്റവും മുകളിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു തന്നെയാണ്. അതിനുവേണ്ടിയാണ് ആ ചെമ്മണ്ണ് അവിടെ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അതിശയിക്കുന്ന മാറ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം വർക്കുകളെല്ലാം ഏകദേശം വളരെ ഫാസ്റ്റായിട്ട് പോകും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഞാൻ വന്ന വഴിയാണ് നേരത്തെ ഞാൻ കാണിച്ചതുണ്ട്. ഇവിടെ ട്രെഡ്ജ് ചെയ്ത മണലുണ്ട്, ചെമ്മണ്ണുണ്ട്. രണ്ടും മിക്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഹെവി എക്സ്കവേറ്ററും നമുക്ക് ഇവിടെ തന്നെ കാണാൻ. മിക്സ് ചെയ്തതിന് ശേഷം ലോറിയിലാക്കി നമുക്ക് അവിടെ കൊണ്ട് ഡംപ് ചെയ്യുകയാണ്. നമുക്ക് സൈറ്റിനകത്തിന് ഡംപ് ചെയ്യാൻ സാധിക്കും. കാരണം റോഡ് വളരെ ഹൈറ്റ് കൂടിയതായിട്ട് കാണാൻ സാധിക്കും. രണ്ട് സൈഡിലായിട്ട് പാനലിംഗ് വാളിൻ്റെ ഹൈറ്റും പൂർണ്ണമായിട്ടും കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ ബൈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുമെങ്കിലും ഇപ്പോൾ ഈ ഭാഗത്ത് നിന്നാൽ തന്നെ എത്രത്തോളമാണ് നമുക്ക് സൂം ചെയ്ത് നോക്കാം, എത്രത്തോളമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇൻസ്പെക്ഷൻ വന്ന വെഹിക്കിളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കിവിടെ സൈറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ വെഹിക്കിളായിരിക്കും. പലപ്പോഴായിട്ട് പോർട്ടിൽ നിന്നും എഞ്ചിനീയേഴ്സൊക്കെ വരാറുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരവും നിലവിലുള്ള സൈറ്റ് എഞ്ചിനീയേഴ്സും കൂടി വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാം. 5 ദിവസം കൊണ്ട് തന്നെയുള്ള അപ്ഡേഷൻ എത്രത്തോളമാണ് വ്യത്യാസമെന്ന്. ഞാൻ സ്പീഡിലാണ് വർക്ക് നടക്കുന്നത് പറയേണ്ട ആവശ്യം കൂടിയില്ല. കാരണം ആ വർക്കിൻ്റെ വേഗത നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് വശത്തും പാനലിങ്ങിൻ്റെ ഹൈറ്റ് പൂർണ്ണമായിട്ട് കൂടിയിരിക്കുന്നു. പാനലിംഗ് വർക്കിന് ആവശ്യമായിട്ടുള്ള ക്രെയിനെ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ദൂരെയായിട്ട് നമുക്ക് ആ ബ്രിഡ്ജ് കാണാം. രണ്ടാമത്തെ ബ്രിഡ്ജ് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ബ്രിഡ്ജ് വരെ ഈ റോഡ് ഹൈറ്റ് കൂടിപ്പോകണം. അതിന് വേണ്ടിയുള്ള വർക്കുകളാണ് നടക്കുന്നത്. കാരണം ഇവിടെ പണ്ട് കടന്ന ഒരവസ്ഥ എത്രത്തോളമാണെന്ന് നമുക്കറിയാം. നമുക്ക് ഈ സൈഡിലൂടെ കാണുന്ന ബൈ റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. പോയി കഴിഞ്ഞാൽ നമുക്ക് വയർഡായിട്ട് വളരെ വ്യക്തമായിട്ട് വർക്ക് എത്രത്തോളമാണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത് നമുക്കറിയാം. എങ്കിലും നമുക്കൊരാകാംക്ഷയുണ്ട്, ഇപ്പോൾ വർക്ക് എവിടെ എത്തി. ഫാസ്റ്റായിട്ട് പോകുന്നെന്ന് പറയുന്നതിനെക്കാട്ടി ഇപ്പോൾ എവിടെ വർക്ക് എത്തിയെന്ന് കണ്ട് മനസ്സിലാക്കുമ്പോൾ ഒരു സുഖമാണ്. നിങ്ങൾ വർക്ക് കാണുന്നത് പോലെ തന്നെ എനിക്കും കാണാൻ വളരെയധികം ആകാംക്ഷ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ ഓടിയെത്തുന്നത്. എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പാനലിൻ്റെ ഹൈറ്റ് കണ്ടോ, ഏകദേശം ലെവൽ. അതായത് നമ്മൾ ഇവിടെ ഇറങ്ങാൻ കാരണം ഇവിടെ ഇറങ്ങി സൈഡിൽ ഇറങ്ങുന്നത് നമുക്ക് പാനൽ കാണാൻ സാധിക്കണ്ടോ. ഈ പാനലിൻ്റെ ഹൈറ്റ് ഏതാണ്ട് ലെവലാക്കിയിരിക്കുന്നു കണ്ടോ. ലെവലാക്കുന്നു പറയാൻ കാരണം ഈ ലെവലിൻ്റെ ബേസിലായിരിക്കും ഇത്രത്തോളമായിരിക്കും ഇവിടെ മണ്ണ് ഫില്ല് ചെയ്ത് വരുന്നത്. അതായത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ഹൈറ്റ് കൂട്ടി വരികയാണ് കേട്ടോ. പാനലിംഗ് കറക്റ്റാണ് പോകുന്നുണ്ടോ. പാനലിംഗ് അങ്ങോട്ട് പോകുന്നതോടും വളരെ ഹൈറ്റ് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഹൈറ്റ് കൂടി വരുവാണ്. ഈ സൈഡിൽ കാണുന്ന കാട് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. കാരണം അതെല്ലാം പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്തിരിക്കുന്നു. ഈ പാനൽ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഡ്രഡ്ജ് ചെയ്ത മണലാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് റോഡ് കാണാൻ സാധിക്കും. ഈ റോഡിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ട്, ഏറ്റവും അടിയിൽ ജിയോ ഗ്രിഡും അതിൻ്റെ മുകളിൽ ജിയോ ക്ലോത്തും ഇട്ട് എനിക്കൊണ്ട് 25-30 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ കോമ്പാക്ട് ചെയ്തതിന് ശേഷമാണ് ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മുടെ വർക്ക് മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കണ്ടെയ്നർ പോകുന്ന റോഡ് തന്നെയാണ്. അതിനാൽ ഈ റോഡിൻ്റെ വർക്കുകൾ വളരെ സൂക്ഷ്മതയോട് തന്നെയാണ് ചെയ്യുന്നത്. ഹെവി ലോഡുമായിട്ട് പോകുന്ന റോഡായതിനാൽ വളരെ വ്യക്തമായിട്ടും സൂക്ഷ്മതയോടും വളരെ കൺട്രോളിലും നല്ലൊരു സൂപ്പർവൈസിങ്ങിലുമാണ് ഈ വർക്കുകളെല്ലാം പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഓരോ വീഡിയോയുടെ അപ്ഡേഷനും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ പാനൽ ഹൈറ്റ് കൂടിയിരിക്കുന്നു. കാരണം ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറി. ഇനി നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റുള്ള പ്ലേസ് തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി റോഡിനകം കാണാൻ സാധിക്കും. നമുക്ക് റോഡിനകം കാണാൻ സാധിക്കുന്നതിലുപരി രണ്ട് സൈഡും പാനലിങ്ങിൻ്റെ ഹൈറ്റ് കൂടി അറിയാൻ കുറച്ച് താല്പര്യം. കാരണം റോഡിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ വർക്കുകൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ സൈഡിലൂടെയുള്ള പാനലിങ്ങിൻ്റെ വർക്കും പാനൽ രണ്ട് സൈഡിലായിട്ട് നമുക്കിവിടെ ട്രഡ്ജ് ചെയ്ത മണൽ ഡംപ് ചെയ്തായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. എത്രത്തോളമാണ് പാനലിലെ ഹൈറ്റ് കൂടിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ പാനലിംഗ് തന്നെ ഓരോ 12 തരം ഹൂക്കുകളുണ്ട്. ആ ഹൂക്കുകളിൽ നമ്മൾ ഈ ജിയോ ഗ്രിഡ് പിന്നെ ഫിക്സ് ചെയ്തതിനു ശേഷം ഒരു ഹെവി ടെൻഷനിലാണ് നമ്മുടെ റോഡിൻ്റെ സെൻറ്ററിലോട്ട്
ഈ പാനലിംഗ് വരക്കത്ത രീതിയിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫിക്സ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ലോറി മുന്നോട്ട് കടന്നു വരുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇവിടുത്തെ വർക്കിംഗ് സ്റ്റാഫുകൾക്കും ഏകദേശം എന്നെ നല്ലതുപോലെ അറിയാം, കാരണം സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്നതാണ്. ഈ ലോറികൾ നിറയെ പാനലുമായിട്ടാണ് പോകുന്നുണ്ടോ. പാനലിംഗ് വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന കാരണം പാനലിംഗ് വളരെ ഫാസ്റ്റായിട്ട് സൈറ്റിലെത്തിക്കാനും ഈ സൈറ്റിലെ ഈ പറയുന്ന മെറ്റീരിയൽ പുറത്തേക്ക് എത്തിക്കാനും നമ്മൾ ഈ കാണുന്ന ബയറോഡ് വളരെ അധികം ഗുണം ചെയ്യുന്നത് തന്നെയാണ്. ഇതിലൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് വർക്കുകളും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വർക്കിംഗ് സ്റ്റാഫുകൾ കാണുന്നതോടൊപ്പം തന്നെ വർക്കും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷീൻസുകളും ഈ ബയറോഡിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ആദ്യമായിട്ടല്ല പറയും, സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ഈ സൈഡിൽ നോക്കാം. കണ്ടോ, ഇവിടെയും പാനലിൻ്റെ ഹൈറ്റ് കൂടിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലുള്ളതിനെക്കാട്ടിയും വ്യക്തമായിട്ടുള്ള മാറ്റങ്ങളോട് തന്നെയാണ് ഈ ഒരു വർക്ക് നടക്കുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം, കാരണം തൊട്ട് മുന്നേ നമ്മൾ അവിടുത്തെ വർക്ക് അപ്ഡേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ട്രാൻസ്ഫോമർ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ സൈഡിൽ നിർത്തിയതിന് ശേഷം നമുക്ക് ഈ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ സൈഡിൽ വൈകുന്നേരം ഞാൻ വന്ന് എപ്പോഴും രാവിലെയാണ് വരുന്നതെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കുന്നു വന്ന് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം എത്രത്തോളമാണ് വർക്ക് നടക്കുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കാനേ സാധിക്കും. കണ്ടോ, ഈ വർക്കുകളെല്ലാം ഇത്രത്തോളം നടക്കുന്നു. ഈ സൈഡിലായിട്ട് നമുക്ക് ഡ്രഡ്ജ് ചെയ്ത മണൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ബ്രിഡ്ജ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് വരെ എത്തുന്ന രീതിയിലാണ് ഈ റോഡ് ഫില്ല് ചെയ്ത് ഹൈറ്റ് കൂട്ടി വരുന്നത്. വളരെ സാവധാനമാണ് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ റോഡിൽ നമുക്ക് രണ്ട് വർക്ക് എത്രത്തോളം വൈഡാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കുക. റോഡ് കണ്ടോ. അതുമാത്രമല്ല റോഡിൻ്റെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വശത്തേക്ക് ഏകദേശം കോമ്പാക്ട് മെഷീൻസ് കോമ്പാക്ട് ചെയ്ത് നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ എത്തിക്കും. തൊട്ടപ്പുറത്തെ വശമാണെങ്കിൽ അങ്ങനെയല്ല, ആ വർക്കും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ, നമ്മൾ വീഡിയോ എടുക്കുമ്പോഴുള്ള വ്യത്യാസമാണ് നമ്മൾ എടുത്തു പറയുന്നത്. ഇവിടെ നിൽക്കുന്ന സൈഡിലെ പാനലിംഗ് വർക്കും വളരെ ഫാസ്റ്റായിട്ട് പോകുന്നു. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ കാണുന്ന ചെമ്മണ്ണും ട്രഡ്ജ് ചെയ്ത മണലും മിക്സ് ചെയ്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ആ ഒരു വർക്കാണ് ഇപ്പോൾ കാണാൻ സാധിക്കും. അത് മാത്രമല്ല വളരെ ദൂരെയായിട്ട് വർക്കിംഗ് സ്റ്റാഫുകൾ മറു സൈഡിലെ പാനൽ, നമുക്ക് മറു സൈഡ് ഇതുവരെയായിട്ട് കണ്ടില്ല. കാരണം നമ്മൾ ഈ ബയറോഡ് ഇതുവഴി ഉള്ളത് കാരണം ഈ വശത്തുകൂടി മാത്രമാണ് പാനലിലെ വർക്കെല്ലാം നമ്മൾ കണ്ടുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ റോഡിൻ്റെ അപ്പുറത്തെ വശം എങ്ങനെയാണ് പാനൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്, അതും കുറച്ച് എനിക്ക് തോന്നുന്നു അപ്പുറത്ത് വയലാണല്ലോ, അവിടെ നിന്നും ഇതേപോലെ ഹൈറ്റിൽ തന്നെ കയറി വരണം. അതുകൂടി നമുക്ക് കണ്ടറിയാം. നമുക്കിന്ന് അങ്ങോട്ട് പോകണം. നമുക്ക് അവിടെ എത്രത്തോളമാണ് പാനലിംഗ് മുന്നോട്ട് കയറി വന്നിട്ടുള്ളത്. കാരണം ഇതിന് പാരലായിട്ട് തന്നെയാണ് പാനലിലെ വർക്ക് വന്നിട്ടുള്ളത്. കാരണം സെയിം ലെവലിൽ തന്നെയാണ് വർക്കുകളെല്ലാം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ സൈഡിൽ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഇവിടെ പാനലിംഗ് വർക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പാനലിംഗ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഹൈറ്റ് കൂട്ടിയിരുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ, എങ്കിൽ ഇപ്പോൾ ഒരു പാനലിൽ ഹൈറ്റ് കൂട്ടിയിരിക്കുന്നു. അതിനിപ്പോൾ നമുക്ക് സൈറ്റിലൊരു പമ്പ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. ചെറിയൊരു വർക്ക് നടത്താനും പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയതിന് ശേഷമേ വർക്ക് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനേ സാധിക്കുള്ളൂ. അതിനാൽ സൈഡിൽ ധാരാളം പമ്പുള്ളതായിട്ട് നമുക്കറിയാവുന്നതാണ്. ഇവിടെ പാനലിലെ ഹൈറ്റ് കൂട്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം മുതൽ പോർട്ട് വരെ ഏകദേശം 1500 മീറ്ററാണ് വരുന്നത്. ഇവിടെ നിന്നും 200 മീറ്റർ കൂടി ചേർന്നാലാണ് NH കണക്ട് ചെയ്യാനായി സാധിക്കുക. അങ്ങനെ ടോട്ടൽ 1700 മീറ്ററാണ് നമ്മുടെ മുന്നിൽ കാണുന്ന റോഡ്. ഇപ്പോൾ നമുക്ക് വളരെ വിശാലമായ റോഡ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നേരത്തെ നമ്മൾ കണ്ട ഫസ്റ്റ് വീഡിയോയിൽ കണ്ട റോഡ് എങ്ങനെയുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട്, ആ വ്യത്യാസം നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞ കാഴ്ച തന്നെയാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ കണക്ഷൻ റോഡ് അല്ലെങ്കിൽ ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഞാൻ പറയാതെ തന്നെ ഓരോ ആഴ്ചയിൽ വരുന്ന വ്യത്യാസമാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഡീറ്റെയിൽ ആയിട്ട് ഒരാഴ്ചയിൽ ഒരു അപ്ഡേഷൻ ആയതുകൊണ്ടാണ് ഇത്രയധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ പോകുന്നത്. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണും. കണ്ടാൽ മാത്രമേ നമുക്ക് എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ധാരാളം ട്രഡ്ജ് ചെയ്ത മണലും ഈ പറയുന്ന ചെമ്മണ്ണും ചേർന്ന് മിക്സ് ചെയ്ത് ഇവിടെ ഡംപ് ചെയ്ത് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ട്രഡ്ജ് ചെയ്ത മണൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്ന പാനലിലെ ഹൈറ്റ് കൂടിയിരിക്കുന്നു. നേരത്തെ ഇത്രത്തോളം പാനലിൻ്റെ ഹൈറ്റ് കൂട്ടിയിരുന്നില്ല. ഇപ്പോൾ ആ ഹൈറ്റും കൂടിയിരിക്കുന്നു. കാരണം ഇനി ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണൽ ഫില്ല് ചെയ്ത് വന്നാൽ മതി. നമുക്ക് സൈഡിലെ പാനൽ, ഈ സൈഡിലെ പാനലിൻ്റെ വർക്ക്, അതായത് നമ്മുടെ വീഡിയോയിൽ കാണുന്ന വലത് സൈഡിലെ റോഡിൻ്റെ, ഇപ്പോൾ നമ്മൾ റോഡിലേക്ക് നോക്കുമ്പോൾ ഉള്ള വലത് സൈഡിലെ പാനലിങ് ആദ്യമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. കാരണം ഈ ഭാഗത്തുനിന്നും ആരും വരാറില്ല. കഴിഞ്ഞ നമ്മൾ ഈ കാണുന്ന
ബൈ റോഡിൻ്റെ സൈഡിലൂടെയാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡും ഇതുപോലെ തന്നെ കറക്റ്റ് ലെവലിൽ ഈ പറയുന്ന പാനലിംഗ് ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു 3-4 പാനലിംഗ് ഹൈറ്റ് കൂടിയതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഹെവി എക്സ്കവേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ട്രഡ്ജ് ചെയ്ത മണലും ഈ പറയുന്ന ചെമ്മണ്ണും മിക്സ് ചെയ്ത് ഡംപ് ചെയ്തും ലോറിയിലേക്ക് കൊണ്ട് ഡംപ് ചെയ്തും നമുക്ക് ഈ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന റോഡിൻ്റെ ഹൈറ്റ് വ്യത്യാസം പ്രീവിയസ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ, കാരണം പ്ലേലിസ്റ്റിലുണ്ട്, ഇത് 13ാമത്തെ അപ്ഡേഷനാണ്. പ്രീവിയസ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ ഈ കണ്ട പ്ലേസ് എല്ലാം കണ്ടവും ചെളിയുമായിട്ട് കിടന്ന പ്ലേസ് പൂർണ്ണമായിട്ടും ഈ രൂപത്തിലേക്ക് വളരെ വേഗത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വർക്ക് ഫാസ്റ്റായിട്ടാണ് വർക്ക് നടക്കുന്നത് എന്ന് നമുക്ക് ഓരോ വീഡിയോയിൽ, ഓരോ ആഴ്ചയിലെ വീഡിയോയിൽ നിന്ന് തന്നെ ആ വ്യത്യാസം മനസ്സിലാക്കുന്നതോടൊപ്പം നമുക്കിനി കുറച്ച് താഴോട്ടിറങ്ങി ഈ സൈഡിലൂടെ നടന്നു കഴിഞ്ഞാൽ ഈ പാനലിൻ്റെ വർക്കുകളും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. കുറച്ചുകൂടി നമുക്ക് താഴോട്ടിറങ്ങാം, ഇറങ്ങി നോക്കിയാലേ മനസ്സിലാക്കാനായി സാധിക്കുള്ളൂ. കാരണം ഈ ഭാഗത്തെല്ലാം പാനലിംഗ് ഫിക്സ് ചെയ്തതിൻ്റെ വർക്കുകൾ നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ ഉൾക്കൊള്ളിച്ചത്. കാരണം ഈ ഭാഗത്ത് വരാൻ നേരത്തെ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ആ സൈഡിലൂടെയുള്ള ചെറിയ വഴിയിലൂടെയാണ് ഈ ഭാഗത്തിലേക്ക് ഇറങ്ങാനായി സാധിക്കുന്നത്. കണ്ടോ, ഈ ഭാഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മറുവശം കണ്ടതുപോലെ റോഡിൻ്റെ ഇരുവശവും കണ്ടതുപോലെ ഇരുവശത്തും പാനലിംഗ് പൂർണ്ണമായിട്ടും കഴിഞ്ഞതായി കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ചെറിയൊരു തോട് പോലത്തെ ഭാഗമാണ്. കാരണം ഇവിടെ നിന്നും ഈ പറയുന്ന പമ്പ് ഉപയോഗിച്ച് വെള്ളം അടിച്ച് ഈ പറയുന്ന തോടിലേക്ക് വിട്ടതിന് ശേഷമാണ് അവിടെ വർക്കുകളെല്ലാം നടക്കുന്നത്. കാരണം ഒരു അരുവി പോലെ അല്ലെങ്കിൽ ചെറിയൊരു തോട് പോലെ തന്നെയാണ് ഒലിച്ചു പോകുന്നുണ്ട്. കാരണം വലിയ തോട് താഴെ കാണുമായിരിക്കും. നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തെല്ലാം എവിടെ ചെറിയൊരു കുഴി എടുത്താലും അവിടെ വെള്ളക്കെട്ട് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് സൈഡിലൂടെ കാണാൻ സാധിക്കും. ഈ പാനലുകളുടെ സൈഡിലെല്ലാം ധാരാളമായ വെള്ളം കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ആ റോഡിനെ നമുക്ക് കാണാൻ സാധിക്കും, എത്രത്തോളമാണ് ഹൈറ്റ് കൂടിയെന്നും. ഈ ഭാഗത്തു നിന്നാൽ പാനലിൻ്റെ വർക്കുകളെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ വശത്തുള്ള പാനലെല്ലാം ഫിക്സ് ചെയ്തതിന് ആവശ്യമായിട്ടുള്ള ജോലികളാണ് ഇവിടെ നടക്കുന്നത്. കാരണം തൊട്ട് മുന്നേ നമ്മളൊരു ഈ ക്രെയിനും കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ ദൂരെയായിട്ടൊരു ക്രെയിൻ ഉണ്ട്. ഈ ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ പാനലിംഗ് ഫിക്സ് ചെയ്യുന്നത്. ഈ ഫിക്സ് ചെയ്യുന്ന ജോലികളെല്ലാം പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുമുണ്ട്. കാരണം ഇതാണ് റോഡിൻ്റെ ഈ വശത്തുള്ള വർക്കുകൾ. അപ്പോൾ രണ്ട് സൈഡിലെ വർക്കുകൾ നമ്മളിന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായി സാധിച്ചു. അല്ലെങ്കിൽ ഒരു വശത്തെ വർക്ക് മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ അപ്ഡേഷനിൽ റോഡിൻ്റെ ഇരുവശത്തെയും വർക്ക് അപ്ഡേഷൻ തീർച്ചയായിട്ടും ഉൾക്കൊള്ളിക്കാനായി ശ്രമിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്കൊരു വൃക്ഷം വളരെ ദൂരമായിട്ട് കാണാൻ സാധിക്കും. ഒരു ഇല പോലും ഇല്ലാത്ത വൃക്ഷത്തിൽ ഒരു പരുന്തിരുന്ന് നമ്മുടെ കണക്ഷൻ റോഡിൻ്റെ വർക്ക് അപ്ഡേഷൻ നോക്കി കാണുവാണെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് കേട്ടോ. പരുന്താണെന്ന് തോന്നുന്നു അത്. അതിനെയും നമുക്ക് ഈ സൈറ്റിൽ കാണാൻ സാധിച്ചു. നമുക്കിനി മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ തൊട്ട് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ വന്നപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പോൾ പാട്ടോ സൗണ്ടോ ഒന്നുമില്ല. എന്നാലും ഈ പറയുന്ന അലങ്കാര വസ്തുക്കളെല്ലാം അഴിച്ചു മാറ്റുന്നതേ ഉള്ളൂ. അതും വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. കാരണം ഈ ഭാഗത്ത് രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് കോൺക്രീറ്റ് പോർഷൻ്റെ വർക്കുകളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. ഇപ്പോൾ അമ്പലത്തിൻ്റെ ഉത്സവം നടക്കുന്നുണ്ടാവും. ഇവിടെ കുറച്ച് മണലൊക്കെ ഇട്ട് റോഡ് ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായിട്ട് ചെറിയൊരു കുഴിയാണ്. കാരണം എപ്പോഴും ലോറികൾ പോകുന്നില്ല. അതെല്ലാം പൂർണ്ണമായിട്ട് അടഞ്ഞു മാറിയിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് NH66 ബ്രിഡ്ജ്. നമ്മുടെ പല വീഡിയോയിലും, അതായത് 13ാമത്തെ അപ്ഡേഷൻ, ഈ 13ാമത്തെ വീഡിയോ വരെ ഈ ബ്രിഡ്ജ് അപ്പോഴപ്പോഴും എടുത്ത് കാണിക്കുന്നു. കാരണം പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക്, ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അതറിയില്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ ബ്രിഡ്ജുമായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന കണക്ഷൻ റോഡ് അല്ലെങ്കിൽ ലിങ്ക് റോഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ ഈ പറയുന്ന NH66 നമുക്ക് കാണുന്ന പോർഷനാണിത്. കാരണം കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എല്ലാം പൂർണ്ണമായിട്ടും ഇവിടെ എത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് സ്റ്റാഫുകളെയും വർക്കേഴ്സിനെയും നമുക്കവിടെ കാണുന്നതോടൊപ്പം തന്നെ കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റലും എംസാനും കൊണ്ടുവന്ന ലോറികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ അവശ്യ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ധാരാളം മെറ്റീരിയൽ കൂടുതലാണെങ്കിൽ അതിപ്പോൾ കഴിഞ്ഞിരിക്കുന്നതിന് കാരണം അവിടെ കോൺക്രീറ്റ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ആ മെറ്റീരിയൽ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നമുക്കിനി ഈ പറയുന്ന NH66 സൈഡിലൂടെ ബൈ റോഡുണ്ട്. നമുക്ക് ആ റോഡിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് NH കയറാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ബൈ റോഡ് ഒന്നുകൂടി കാണിക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ NH സൈഡിലൂടെയുള്ള ബൈ റോഡ്. ഇവിടെ ഒരു ചെറിയ ഹമ്പുണ്ട്. കാരണം ഓവർ സ്പീഡ് നിയന്ത്രിക്കുന്നതിനായിട്ട് അവിടെ ഇവിടെയായിട്ട് ഈ പറയുന്ന ബൈ റോഡുകളിൽ ഹമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് റീടാർ ചെയ്ത ബൈ റോഡാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് റീടാറിങ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ ബൈ റോഡ് എന്ന് വെച്ചാൽ വളരെ ചെറിയ റോഡല്ല. നമുക്കിപ്പോൾ പോകുമ്പോൾ തന്നെ അറിയാം സാമാന്യം വീതിയുള്ള റോഡ് തന്നെയാണ്. എത്ര മീറ്റർ ആണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. റോഡ് കണ്ട് സാമാന്യം എനിക്ക് തോന്നുന്നു 2 വരി പാത പോലെ 2 വണ്ടികൾക്ക്
വളരെ ഈസി ആയിട്ട് പോകാനായി സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വലിയ 2 ലോറികൾക്ക് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, എന്നാലും 2 ലോറികൾക്ക് പോകാനായി സാധിക്കും. ഇനി നമുക്ക് ഈ കാണുന്ന വശത്തൂടെയാണ് നമുക്ക് ഈ ബൈ റോഡിലേക്ക് പ്രവേശിക്കാനായി സാധിക്കുന്നത്. ധാരാളം വണ്ടികളാണ് NH-ലൂടെ ദിനം പ്രതി കടന്നു പോകുന്നത്. കാരണം ഈ NH-ൻ്റെ എൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ കാരോടാണ്. കാരണം ഇത് വേറൊരു റോഡുമായിട്ട് മെയിൻ റോഡുമായിട്ടൊന്നും കണക്ഷൻ ഇല്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാരോട് ഭാഗത്തേക്ക് പോകുന്ന NH ആണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ എന്ന് എനിക്ക് തോന്നുന്നു കാരോട് ഭാഗം വരെയാണ്, ബാക്കിയുള്ളതെല്ലാം തമിഴ്നാട് പോർഷനാണ്. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ ഭാഗം കോവളം ഭാഗത്തേക്കാണ്. കോവളം, വിഴിഞ്ഞം, കോവളം, കഴക്കൂട്ടം ഈ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഭാഗം മുതൽ റീടാറിങ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ പ്രാവശ്യമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇവിടെ കയറാനായി സാധിച്ചിരുന്നില്ല. കാരണം റീടാറിങ് വർക്കുകളൊക്കെ നടക്കുന്നതിനാൽ ഈ പറയുന്ന ബൈ റോഡ് വഴിയാണ് വാഹനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. കാരണം ആ റോഡ് വഴിയാണ് ധാരാളം വണ്ടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ NH-66 വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ഷൻ റോഡിൻ്റെ വർക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് NH-ൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാലുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴായിട്ട് പലരും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ട് പോയിട്ട് ഇവിടെ വർക്ക് നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. ഇത്രത്തോളമാണ് നമ്മുടെ വർക്ക് അപ്ഡേഷൻ ഉള്ളത്. നമുക്ക് അവിടെ പോയാൽ മാത്രമേ മനസ്സിലാക്കാനേ സാധിക്കുള്ളൂ. സൈഡിലൂടെ ബൈ റോഡിലൂടെ നമ്മൾ പോയിട്ടാണ് നമ്മൾ അപ്ഡേഷനിൽ എടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നാൽ നമുക്ക് ഏകദേശം സ്ഥിരം വരുന്നവർക്ക് ആ മാറ്റം വ്യത്യാസം അറിയാമെങ്കിലും ചിലപ്പോൾ സ്ഥിരം വരാത്തവർക്കാണെങ്കിൽ അവർക്ക് ഇപ്പോൾ പുല്ല് പിടിച്ച് കിടപ്പുണ്ട്, ഇതൊന്നും ഒരു വർക്ക് നടക്കുന്നില്ല എന്ന് തോന്നിപ്പോകും. കാരണം ഉള്ളിലാണ് മെയിൻ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പോർട്ട് മുതൽ NH-66 വരെയുള്ള കണക്ഷൻ റോഡിൻ്റെ അപ്ഡേഷൻ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നമ്മുടെ ലാൻഡ് വിൽക്കുന്നതിനോ നമുക്ക് ലാൻഡ് വാങ്ങിക്കുന്നതിനോ അതിലുപരി ലാൻഡ് ഉപയോഗിച്ച് ലോൺ എടുക്കുകയോ ആ ലാൻഡ് ലീസിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലാൻഡ് വാല്യുവേഷൻ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് വാല്യൂസ് ആയ ഡിസൈനേഴ്സ് ഇന്ത്യസിനെ സമീപിക്കാവുന്നതാണ്. ഓഫീസ് വിഴിഞ്ഞം, ട്രിവാൻഡ്രം. ഫോൺ 9447310067. താങ്ക് യു.